പ്പോഴോ ഈ യുവതികളൊക്കെ അങ്ങോട്ട് ചെന്നു കെട്ടും പടക്കൊക്കെ എടുത്തോണ്ട് എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞതേ വേടൻ ഞങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് സാറേ 5 വർഷം മുമ്പാണ് ഞങ്ങൾ ഇപ്പോഴാണ് പരാതിപ്പെടുന്നത് എന്താ വെച്ചാൽ അറിയത്തില്ലായിരുന്നു പീഡനമായിരുന്നു എന്നുള്ളത്. പിന്നെ വേടൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ ഈ പറയുന്ന ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ കോടതി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ പുള്ളി ഇൻഫ്ലുവൻസർ ആണോ എന്നുള്ളതൊന്നും അല്ല ഞങ്ങളുടെ കാര്യം. പുള്ളി ഒരു മനുഷ്യനാണ്, ഒരു മാനുഷിക പരിഗണന കിട്ടണം എന്നുള്ളൊരു കാര്യം, അതിനെയാണ് ഞങ്ങൾ പിന്തുടരുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കോടതികൾ നിലകൊള്ളുന്നതെന്നാണ് കോടതി ഈ പരാതിക്കാരിയോട് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഏതെങ്കിലും പെൺകുട്ടികൾ, ഏതെങ്കിലും സ്ത്രീകൾ ഒരു പുരുഷനെതിരെ മോശമായിട്ടുള്ള ഒരു പരാമർശവുമായിട്ട് കള്ളക്കേസുമായിട്ട് കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കോടതി നമ്മുടെ നാട്ടിലുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് എല്ലാ അംഗീകാരം കിട്ടുന്നൊരു പാർട്ടിയും അതേപോലെ തന്നെ ഒരു കോടതിയും നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമ്മൾ ഏത് ചാണകത്തിനെയാണ് പേടിക്കേണ്ടത്? ചാണകം തീനികൾ എന്തും പറഞ്ഞോട്ടെ. ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ രാജ്യദ്രോഹികളുടെയും അതേപോലെ തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾ